അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഫ്രെയിമിൽ ഇരുന്നും ഒരു ഇച്ചിരി ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് നടുക്ക് കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് ഡിസ്പ്ലേ നീക്കി വരിക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആവും. സീറ്റിംഗ് ആവാത്ത മൊബൈലും സീറ്റിംഗ് ആവും. ഇത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ക്ലിക്കാവുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ മൊബൈൽ ഡിസ്പ്ലേ മാറുമ്പോഴാണ്. സാംസങ് മൊബൈൽ ഡിസ്പ്ലേ മാറുമ്പോൾ നിങ്ങൾ ഇതേ ഒരു ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്നും ജസ്റ്റ് ഇങ്ങനെ നെക്കിയിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും. സാംസങ്ങിൻ്റെ LCD മാറുമ്പോൾ സീറ്റിംഗ് ആവത്തില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നിങ്ങൾ ഏത് സാംസങ് എടുത്ത് LCD മാറിയാലും സീറ്റിംഗ് കറക്റ്റ് വീഴില്ല. അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ആവും. അപ്പോൾ ഇവിടെ ഞാൻ ആ കവറ് കറക്റ്റായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇട്ടിട്ട് ഡയറക്റ്റ് ആ കവറും കൂടി കയറ്റി ക്ലിയർ ചെയ്തു. ഇനി ഞാൻ റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ്. റബ്ബർ ബാൻഡ് ഇടുന്ന കാര്യത്തിൽ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് മച്ചാനെ. നമ്മൾ ഈ